അന്തരിച്ച CPI എറണാകുളം ജില്ലാ മുൻ സെക്രട്ടറി പി രാജുവിനെ ഇല്ലാത്ത വിഷയത്തിൻ്റെ പേരിൽ ചിലർ വേട്ടയാടിയെന്ന് മുതിർന്ന CPI നേതാവ് കെ ഇസ്മയിൽ പറയുന്നു. വിഷമം പി രാജു തന്നെ നേരിട്ട് അറിയിച്ചിരുന്നു. പാർട്ടി ഈ വിഷയം ഗൗരവമായി പരിശോധിക്കണമെന്നാണ് മുൻ മന്ത്രി കൂടിയായ കെ ഇസ്മായിലിൻ്റെ അഭിപ്രായം. അയാൾ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്. പറവൂർ പ്രദേശത്ത് പോയാൽ അറിയാം അല്ലേ ജനസ്വാധീനം എന്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖം എറണാകുളം ജില്ലയിൽ ആരോട് ചോദിച്ചാലും പറയുക രാജുവാണ്. ഏറെ നാട്ടിൽ അംഗീകാരമുള്ള ഒരു ജനപ്രതിനിധി ഈ ഇല്ലാത്ത ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു അപവാദത്തിന് ഇടയായി എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പങ്കുവെക്കാറുണ്ട്. കള്ളനായി ഈ ചീത്തയാക്കി എന്നെ ഈ പാർട്ടിയിൽ നിന്ന് ഇത്തരം ഒരവസ്ഥയിലേക്ക് എത്തിക്കേണ്ടിയിരുന്നില്ല എന്ന ഒരു കുറ്റബോധം ആ സഖാവിനുണ്ട്. അത് പാർട്ടി പരിശോധിക്കട്ടെ, വസ്തുതയാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കട്ടെ. എന്തായാലും അങ്ങനെ ഒരു വിഷമം, വ്യക്തിപരമായിട്ട് വിഷമം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, കെ ഇസ്മായിൽ എന്താണ് പറയുന്നത്? മാത്രം അദ്ദേഹം വിഘടിത ഗ്രൂപ്പായിട്ടാണല്ലോ കാണുന്നത്, മറ്റേ ഔദ്യോഗിക ഗ്രൂപ്പിലല്ലല്ലോ അദ്ദേഹം ഇപ്പോൾ. പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് അദ്ദേഹം ഇപ്പോൾ ഏതാണ്ടൊരു വിഘടിത വിഭാഗം തന്നെയാണ്, വിരുദ്ധ ചേരി തന്നെയാണ്. പക്ഷേ അതിലെടുത്തു പറയേണ്ടത് പി രാജുവിന്റെ മരണത്തിന് ശേഷം അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. പി രാജുവിനോട് പാർട്ടിയിലെ ഒരു വിഭാഗം നീതി കാണിച്ചില്ല എന്ന ഒരു പരാമർശം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. എന്തായാലും അതിനുശേഷം പ്രതികരിക്കാം, പി രാജുവിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം താൻ പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിലാണ് വളരെ വ്യക്തമായി തന്നെ കെ ഇസ്മയിൽ നിലപാട് വ്യക്തമാക്കുന്നത്. കെ ഇസ്മയിൽ പറഞ്ഞിരിക്കുന്നത് പി രാജുവിനോട് പാർട്ടിയിലെ ഒരു വിഭാഗം ചതിയാണ് ചെയ്തത്, അത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു, കള്ളനാക്കി പുറത്താക്കാനുള്ള ശ്രമം നടത്തിയത്. പാർട്ടി സമ്മേളന നടത്തിപ്പിലെ ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ അനാവശ്യമായി കള്ളനാക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. ഇത് കണ്ട് സംഘടനാ നടപടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീട് പാർട്ടി കൺട്രോൾ കമ്മീഷനെ സമീപിച്ച് പാർട്ടി നടപടി കമ്മീഷനെ വെച്ച് ഇത് അന്വേഷിപ്പിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും തെറ്റുകാരനല്ലെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ഒരാളെ തിരിച്ചെടുക്കുകയും പി രാജുവിനെ വീണ്ടും പുറത്തു നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പി രാജു ഇതിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു. കൺട്രോൾ കമ്മീഷനെ അടക്കം സമീപിച്ച ഒരു ഘട്ടത്തിൽ കെ ഇസ്മയിലുമായി, അതായത് താനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മനോവിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏതാണ്ട് ഒരു 15 ദിവസം മുൻപാണ് ഈ അസുഖം മൂർച്ഛിക്കുന്നത്. മുഖ്യമന്ത്രിയുമായൊക്കെ സംസാരിച്ച് അമേരിക്കയിൽ ഒരു ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അസുഖം മൂർച്ഛിക്കുന്നത്. ഒരു നീതികേട് കാണിച്ചിട്ടുണ്ട്, അത് പാർട്ടി പരിശോധിക്കണമെന്ന് തന്നെയാണ് മുതിർന്ന CPI നേതാവ് കെ ഇസ്മയിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടി നേതൃത്വം പരിശോധിക്കുമെന്ന് തന്നെയാണ് കെ ഇസ്മയിൽ പറയുന്നത്.